ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 3 തസ്തികകളിലായിട്ട് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ടാക്സ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവുകളിലേക്കും 10ാം ക്ലാസ്സോട് കൂടി നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ തെളിയിച്ച ആളുകളാണെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു സ്പോർട്സ് കോട്ട നിയമനമാണ്, നല്ലൊരു അവസരം തന്നെയാണ്. നല്ല ശമ്പളത്തിൽ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50-ന് മുകളിലൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ജോബാണിത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൽ ഒഴിവുകളുള്ള, കേരളത്തിന് പുറത്താണ് ഒഴിവുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് എത്ര വേക്കൻസികളുണ്ട്, എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ, ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ മൊബൈൽ വഴിയും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് 2023-24 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ക്വാളിഫിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ വേണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കേരളത്തിന് പുറത്താണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗുജറാത്തിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിലെ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ഇൻകം ടാക്സ് 2 വേക്കൻസി, അതിലേക്ക് 44,900 മുതൽ 1,42,400 വരെയാണ് ശമ്പളം. പിന്നെ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 26 വേക്കൻസിയാണ്, അതിലേക്ക് 25,500 മുതൽ 81,100 വരെ ശമ്പള സ്കെയിൽ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്, 31 വേക്കൻസിയാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനാണ്, അതിലേക്ക് 18,000 മുതൽ 56,900 വരെ ശമ്പളമുണ്ട്. അപ്പോൾ അതിലേക്ക് പെർമനന്റ് ആയിട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. പക്ഷേ ഫസ്റ്റ് പ്രൊമോഷൻ പീരീഡ് ആയിട്ട് 2 വർഷത്തെ പ്രൊമോഷൻ പീരീഡ് ഇതിലേക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ക്രൈറ്റീരിയ ഒക്കെ കണക്കാക്കുന്നത് 1/8/2023 കണക്കാക്കിയിട്ടായിരിക്കും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിന് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എടുക്കും. അതുപോലെ ടാക്സ് അസിസ്റ്റന്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിഭാഗത്തിന് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/1/1993 1/8/2005 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു ടാക്സ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ടാക്സ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് 2/8/1996 1/8/2005 ഇടയിൽ ജനിച്ചവർക്ക്. ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ അതിലേക്ക് ജനറൽ അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു റിലാക്സേഷൻ ആയിരിക്കും ലഭിക്കും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ബാച്ചേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ ലഭിച്ചൊരു ഡിഗ്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. ടാക്സ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയാണ് മെയിൻ ക്വാളിഫിക്കേഷൻ. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം. 8,000 കീ ഡിപ്രഷൻസ് പെർ അവർ അതിൽ വേണം. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്, അതിലേക്ക് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക. പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതോടുകൂടി തന്നെ ഈ 3 ക്വാളിഫിക്കേഷൻ്റെ കൂടി തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് എലിജിബിലിറ്റിയും കൂടി അവർ നോക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സ്പോർട്സ് പേഴ്സൺ have represented a state or the country in a national or international competition in any of the games sports mentioned in para 5. ഇപ്പോൾ പാര ഒരു കോളം നിന്നിട്ട് ആ കോളത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 16 ഐറ്റം സ്പോർട്സിൽ ഏതെങ്കിലും ഒരു ഐറ്റം സ്പോർട്സിൽ നിങ്ങൾ വിൻ ചെയ്യിക്കണം. ഇത് അത്ലറ്റിക്സിൻ്റെ അതുപോലെ ബാഡ്മിൻ്റൺ ഉണ്ട്, പിന്നെ ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഗോൾഫ്, അങ്ങനെ 16ഓളം ഐറ്റംസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർനാഷണലോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ അതുമല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിലോ ഒക്കെ സ്കൂൾ ലെവലിലോ നിങ്ങൾ അവാർഡ് നേടിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപേക്ഷിക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ, ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്, നാഷണൽ സ്പോർട്സ് ഓർ ഗെയിംസ് ഫോർ സ്കൂൾ, ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവ് തുടങ്ങിയവയിലെല്ലാം
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സാലറി, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്ത് അത് വായിച്ചു നോക്കുക. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതാണ്. ഇനി ആ അപ്ലൈ നോ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവരുടെ ഒഫീഷ്യൽ പേജാണ് ലഭിക്കുക. അത് നിങ്ങൾക്ക് 2 നോട്ടിഫിക്കേഷൻസ് അവിടെ കാണാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് 2023-24 നോട്ടിഫിക്കേഷൻ എന്നും, അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം ഫോർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് കോട്ട 2023-24 എന്ന് പറയുന്ന 2 നോട്ടിഫിക്കേഷൻ 2 കാണും. രണ്ടാമത്താണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു OTP വെരിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് ആയിരിക്കും വരിക. അത് നിങ്ങളുടെ ഇമെയിൽ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇമെയിൽ ID കൊടുക്കുക. അതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ മെയിലിൽ പോയിട്ട് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. OTP ഇവിടെ വന്നിട്ടുണ്ട്. ആ OTP നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോം ഇപ്പോൾ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പോസ്റ്റിലേക്കാണോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഫോർ മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ ഇൻ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ഫോം കാണാം. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം. ആ ആപ്ലിക്കേഷൻ ഫോമിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്ലൈഡ് ഫോർ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. 3 പോസ്റ്റിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിൽ പ്രിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനും താഴെ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 3 പോസ്റ്റുകളിലേക്കും നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു വ്യക്തി കൊടുക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഞാൻ മൾട്ടി ടാസ്കിംഗ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ടാക്സ് അസിസ്റ്റന്റ്, പിന്നെ ഇൻസ്പെക്ടർ എന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് ഒരു പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ഒന്നിലേക്ക് മാത്രം വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ ഫുൾ നെയിം, നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. ഫുൾ നെയിം ഇവിടെ, അതുപോലെ ലാസ്റ്റ് മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രൂഫ് ഓഫ് ഏജ്, നിങ്ങൾക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കുന്ന നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ SSLC ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഇവിടെ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മാക്സിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 KB മാത്രമേ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിരുന്നത് നിങ്ങളുടെ മെയിൽ ഓർ ഫീമെയിൽ ആണ്. അതിൽ നിങ്ങൾ ഏതാണ് കാറ്റഗറി അത് കൊടുക്കുക. അതുപോലെ കാറ്റഗറി ജനറൽ, നിങ്ങൾ ഏത് കാറ്റഗറിയാണോ, ജനറലാണോ, EWS ആണോ, SC ആണോ, ST ആണോ, OBC ആണോ അത് കൊടുക്കുക. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിൽ ജനറൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അതുപോലെ EWS വേണം, SC വേണം, ST വേണം, OBC വേണം. അതിന് കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ 2 പോസ്റ്റുകളിലേക്ക് ഫസ്റ്റ് ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇനി ഡിഗ്രി ഇല്ലാത്ത മെട്രിക്കുലേഷനുള്ള മാത്രം ആളുകളാണെങ്കിൽ മെട്രിക്കുലേഷൻ കൊടുക്കുക. ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ 200 KBയിൽ കവിയാത്ത ഒരു നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണോ, അപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൊടുക്കുക. അതുപോലെ ഡിഗ്രീൻ്റെ, +2ൻ്റെ എല്ലാം കൂടി ഒറ്റ ഫയലായി കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫയൽ നിങ്ങൾ അതിൻ്റെ സൈസ് 200 KBയിൽ കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഏത് സ്പോർട്സ് ആണോ അത് കൊടുക്കുക. അത്ലറ്റ്സ് ആണോ, ബാഡ്മിൻ്റൺ ആണോ, അതുപോലെ ബാസ്കറ്റ്ബോൾ ആണോ, ക്രിക്കറ്റ് ആണോ, ഏതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലീസ് അപ്ലോഡ് സർട്ടിഫൈഡ് കോപ്പീസ് ആസ് പെർ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ് എബോവ് എന്ന് പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു PDF വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഓരോ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് ഫില്ല് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഡീറ്റെയിൽ ഓഫ് ബെസ്റ്റ് പെർഫോമൻസ്, അതുമായി ബന്ധപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ എല്ലാം വിത്ത് പ്രൂഫും കൂടി കൊടുക്കുക. പിന്നെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അത് ഏതാണ് നിങ്ങൾ
അവാർഡ് നേടിയിരിക്കുന്നത് അത് കൊടുക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൂഫുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഇവൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ട കോളം മാത്രം പൂരിപ്പിച്ചാൽ മതി. ആവശ്യമുള്ള കോളം മാത്രം നിങ്ങൾ അത് പൂരിപ്പിക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ഹൈയസ്റ്റ് പെർഫോമൻസ് ഇൻ സ്പോർട്സ് ലാസ്റ്റ് 6 ഇയേഴ്സ്, ലാസ്റ്റ് 2018 മുതൽ 2023 വരെ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ .NA അടിച്ചു കഴിഞ്ഞാൽ നോട്ട് അവൈലബിൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, അതിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചെയ്താൽ, അല്ലെങ്കിൽ NA അടിച്ചു കഴിഞ്ഞ് അത് ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, സ്റ്റേറ്റ്, പിൻകോഡ്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ ആധാർ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അത് രണ്ടും മാക്സിമം 200 KB തന്നെയാണ്, 2 സൈഡും ഒറ്റ ഫയലിലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറും കൊടുത്ത് ആ ഡിക്ലെയർഡ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് റിവ്യൂ ചെയ്യുക. ബിഫോർ ഫൈനൽ സബ്മിഷന് മുമ്പ് റിവ്യൂ ചെയ്തിട്ട് അത് കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതിന് ആപ്ലിക്കേഷൻ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം പ്രിൻ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം റെഗുലറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെയിലായിട്ടോ SMS ആയിട്ടോ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കുക. അതിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി SMS കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരം തന്നെയായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി മാക്സിമം ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.